ഹലോ ഫ്രണ്ട്സ്, നമ്മളെ വീട്ടിലെ മാവിൽ നിറയെ മാങ്ങയുണ്ട്. നിറയെ കണ്ട പഴുത്ത് നിൽക്കുകയാണ്. ഇവിടെ കണ്ട പഴുത്ത മാങ്ങയാണ്. കണ്ട പഴുത്ത് നിൽക്കുന്നതാണ്. പഴുത്ത് നിന്നതാണ് ഞാൻ പറിച്ചത്. ഒരു കീടമോ ഒരു പുഴുവോ ഒന്നുമില്ല ഇതിൽ. അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ നീറാണ്. നീറിനെ ഞാനിവിടെ ഈ മാവിൽ വേറൊരു സ്ഥലത്തുനിന്ന് ഒരു വലിയ അതിൻ്റെ കൂട് പറിച്ചുകൊണ്ട് വന്ന് ഈ മാവിൽ വളർത്തിയെടുത്തതാണ്. ഈ മാവ് എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവന്ന് നട്ടതാണ്. ഇത് വളർന്ന് വലുതായി മാങ്ങ കാച്ചു തുടങ്ങിയപ്പോൾ ഒരു മാങ്ങ പോലും ഇതിൽ നിന്ന് നമുക്ക് കിട്ടാറില്ലായിരുന്നു. കംപ്ലീറ്റ് പുഴുവായിരുന്നു. ആ മാവിൽ നിന്ന് പഴുത്താലും ഇനി നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് വീട്ടിനകത്ത് വെച്ച് അതിനെ പഴുപ്പിച്ചാലും മൊത്തം പുഴുത്തു പോകുമായിരുന്നു. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, ഒരു ഉപയോഗമില്ലാത്ത ഈ മാങ്ങ, പുഴുക്കണ മാങ്ങ നമുക്ക് വേണ്ട, ഈ മാവിനെ അങ്ങ് മുറിച്ച് കളയാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞാൻ പറഞ്ഞു, വേണ്ട, മുറിക്കണ്ട, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു കെണിയുണ്ട്. അങ്ങനെ പോയി ഈ കെണി എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്ന് കെട്ടി മാവിൽ. ആ കെട്ടിയ സമയത്ത് കുറച്ച് മാങ്ങ നമുക്ക് നല്ലതുപോലെ കിട്ടുമായിരുന്നു. അപ്പോഴാണ് ഞാൻ നമ്മുടെ പഴയ കാലഘട്ടത്തെ പറ്റി ഓർത്തത്. അന്നൊക്കെ നമ്മുടെ നാട്ടിലെ മാവുകളിലൊക്കെ നിറയെ നീറുകളുണ്ടായിരുന്നു. ഈ നീറുകളുള്ള സമയത്ത് മരുന്നടിയും അങ്ങനെ കെണി ഇങ്ങനെയുള്ള ഏർപ്പാടൊന്നുമില്ല. എന്നാൽ നിറയെ മാങ്ങയുണ്ടായിരുന്നു. ആവശ്യം പോലെ നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ വവ്വാലിനും എല്ലാത്തിനും കിട്ടുമായിരുന്നു. അമ്മാതിരി മാങ്ങയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഇതിൽ നീറിനെ വളർത്തിയാലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പോയി വേറൊരു സ്ഥലത്തുനിന്ന് ഈ നീറിൻ്റെ ഒരു കൂടിനെ ഒടിച്ചുകൊണ്ട് വന്ന് ഈ മാവിൽ കെട്ടിവെച്ച്. അങ്ങനെ ആദ്യത്തെ വർഷം ആ മാവിൻ്റെ ആ ഒരു കൊമ്പിലൊക്കെ ഉണ്ടായിരുന്നു. പുതിയ കൂടൊക്കെ അത് ഉണ്ടാക്കി താമസം തുടങ്ങിയായിരുന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ നിറയെ നീറ് എല്ലാ സ്ഥലത്തുമായി. എല്ലാ കൊമ്പിലും നീറിൻ്റെ കൂടുകളും അവരുടെ കോളനി അങ്ങ് വലുതായി കഴിഞ്ഞപ്പോൾ ഈ വർഷമാണ് എനിക്ക് ശരിക്കുള്ള വിളവ് കിട്ടിയത്. ഒരു മാങ്ങ പോലും കേടാവുകയോ അതല്ലെങ്കിൽ ഒരു പുഴുവോ ഒന്നുമില്ല. അതിനകത്ത് നിറയെ എല്ലാം നല്ല മാങ്ങയായിട്ട് നമുക്ക് കിട്ടി. അത്യാവശ്യം കുറച്ച് മാങ്ങയൊക്കെ വവ്വാലുകൾ കൊണ്ടുപോകുന്നുമുണ്ട്. എന്നാലും ഇത്രയും നല്ല വിളവ് ഈ നീറിനെ വളർത്തിയതിന് ശേഷമാണ് നമുക്ക് കിട്ടിയത്. ഇത് ഞാൻ ഇപ്പോൾ പറയാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, പണ്ട് എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു കമ്പനി അമേരിക്കൻ കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു രാസവസ്തുക്കളും വിൽക്കുന്നില്ലായിരുന്നു. അങ്ങനെ കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് സെയിലില്ലാതെ വന്നപ്പോൾ അവർ അവിടുന്ന് ഒരു സംഘത്തെ അയച്ച് ഇവിടെ പഠനം നടത്തി. എന്തുകൊണ്ടാണ് ഇവിടുത്തെ വയലുകളിൽ കൃഷിക്ക് ഇവർ രാസവസ്തുക്കൾ ഉപയോഗിക്കാത്തത് എന്ന് ഉള്ളത് അവർ പഠനം നടത്തിയിട്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഉണ്ടായിരുന്ന തവളകളാണ്, നമ്മളെ മിത്രങ്ങളായ തവളകളാണ് ഈ വയലുകളിലെ കീടങ്ങളെ മൊത്തം ഭക്ഷിക്കുന്നതും ഇവർക്ക് നല്ല വിളവ് കിട്ടുന്നതെന്ന് അവർ മനസ്സിലാക്കിയിട്ട് ഈ അമേരിക്കക്കാർ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ആൾക്കാർക്ക് തവളയെ പിടിച്ചുകൊണ്ട് കൊടുത്താൽ പൈസ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടാക്കി. അങ്ങനെ ഇവിടെയുള്ള മണ്ടന്മാരായ മലയാളികളെല്ലാം കൂടെ ഇറങ്ങി രാത്രിയിൽ ടോർച്ച് അടിച്ച് ചാക്ക് കണക്കിന് നമ്മളെ മിത്രങ്ങളായ തവളകളെ പിടിച്ച് ചാക്കിലാക്കി അമേരിക്കക്കാരൻ്റെ കമ്പനിക്ക് വിറ്റ്. അവിടെ ഈ തവളയുടെ കാലും തിന്നിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻഡോസൾഫാനും മറ്റ് രാസവസ്തുക്കളും നമ്മുടെ ഈ കൃഷിയിടങ്ങളിൽ അടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടെത്തിച്ചു. ഇതാണ് അമേരിക്കക്കാരൻ്റെ കപടബുദ്ധി എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ ഇത്തരം ചതിയന്മാരെ മനസ്സിലാക്കാൻ വൈകിയാൽ ഇനി അടുത്ത് നമ്മുടെ ആരോഗ്യ മേഖലയെ കൂടി അവർ കൈകടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മുടെ തലമുറകൾക്കും നമുക്കും എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊക്കെ ചിന്തിക്കേണ്ടത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരല്ല, ഇവിടെയുള്ള രാഷ്ട്രീയക്കാരാണ്. അമേരിക്കയിലൊക്കെ പോയി ചികിത്സിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഇവിടെയുള്ള സാധാരണക്കാരനെ ഗിനിപ്പന്നികളായി അവർക്ക് കൊടുക്കരുത്.
ഈ ഒരു അപേക്ഷ കൂടിയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. Shall we begin?